ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ അതേ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഇപ്പോൾ മാവാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണോളം കടലമാവ്, പിന്നെ 1/4 ടീസ്പൂണോളം ഫുഡ് കളറ്. ഇതിപ്പോൾ ഞാൻ ലിക്വിഡ് ഫുഡ് കളറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. യെല്ലോ കളറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് യെല്ലോയോ അല്ലെങ്കിൽ ഓറഞ്ചോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ പൗഡേർഡ് ഫുഡ് കളറും യൂസ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്തും യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ തൈര് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒരു മാവാക്കി എടുക്കണം. നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ അല്ലേ, അതുപോലെ അല്പം തിക്കായിട്ട് വേണം കേട്ടോ മാവിരിക്കാൻ. ഒരിക്കലും ലൂസായിട്ട് പോവരുത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇങ്ങനെ സ്പൂണിൽ എടുത്താൽ ഇങ്ങനെ ഇറ്റി വീഴണം. ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിനെ നമുക്കൊരു 1 മണിക്കൂർ ഒന്ന് മാവ് പൊങ്ങി വരാനും വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ജിലേബിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആവശ്യമാണ്. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു സോസ് പാനിൽ 1 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളവും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറിലേക്കോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ജിലേബി റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാവിനെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ജിലേബിയുടെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഷേപ്പൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെഡിയാക്കി എടുക്കാം. നമ്മളെത്ര തയ്യാറാക്കിയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ഷേപ്പൊന്നും കിട്ടൂല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഡിപ്പ് ചെയ്യണ സമയത്ത് ഷുഗർ സിറപ്പ് ഒരു ഇളം ചൂടുണ്ടായിരിക്കണം. അഥവാ നിങ്ങളുടെ ഷുഗർ സിറപ്പ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒരു ബാച്ച് ഷുഗർ സിറപ്പിൽ ഡിപ്പായി വരുമ്പോഴത്തേക്കിന് നമുക്കിത് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2ാമത്തെ ബാച്ചും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിലേബി ഷുഗർ സിറപ്പിൽ നിന്നും കോരി മാറ്റാം. കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് നല്ല പോലെ ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. നല്ല പോലെ ജിലേബി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്ത ബാച്ചും കൂടെ ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുക. 5 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കുക കേട്ടോ.
എന്നിട്ട് ജിലേബി കംപ്ലീറ്റ് ചൂട് പോകണ വരെ മാറ്റി വെക്കണം. നല്ല പോലെ ചൂട് പോയി കഴിഞ്ഞാൽ ജിലേബി നല്ല പോലെ ക്രിസ്പായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മാവ് കൊണ്ട് മുഴുവനായിട്ടും ജിലേബി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് നമ്മൾ എത്ര തയ്യാറാക്കിയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടൂല. പക്ഷേ ടേസ്റ്റ് നമുക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കാണാം, ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ എല്ലാ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.